നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഈ പറയുന്ന പോലെ സോഡ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ ഒരുപാട് കുടിക്കാറൊക്കെ ഉണ്ട്. അത് ഒരു തെറ്റായ ശീലമാണ്. ഇൻ കേസ് നമ്മൾ പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ തന്നെ, നമസ്കാരം, ഞാൻ ഡോക്ടർ ശരണ്യ, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, കാരിത്താസ് HTP ഹോസ്പിറ്റൽ. എന്താ ചൂടല്ലേ ഇപ്പം? ഈ ചൂട് കാലത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ അഡിക്വേറ്റ് ആയിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് പ്രധാനമായിട്ട് നമ്മൾ ദാഹം വരുമ്പോൾ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഉദാഹരണത്തിന് നമ്മൾ നോർമൽ വെള്ളം അല്ലാണ്ട് നമുക്ക് മറ്റു പാനീയങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് നാരങ്ങ വെള്ളം, കരിക്ക് വെള്ളം, പിന്നെ ഫ്രഷ് ജ്യൂസ്, അധികം മധുരം ഇല്ലാണ്ട് ഉള്ള ഫ്രഷ് ജ്യൂസ് ഉപയോഗിക്കാം. പിന്നെ മോരും വെള്ളം, സംഭാരം എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആഹാരങ്ങളിൽ ഒരുപാട് ജലാംശമുള്ള പഴങ്ങളായിട്ടുള്ള തണ്ണിമത്തൻ, പിന്നെ കുക്കുംബർ, വെള്ളരിക്കയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, രാവിലെ 11 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെയുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങാതെ മാക്സിമം നോക്കുക. ഇൻ കേസ് നമ്മൾ പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ തന്നെ സൺസ്ക്രീന്, കൊട, ചെറിയ തൊപ്പി എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ട് വേണം പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. വീട്ടിലിരിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ റൂമിൽ ക്രോസ് വെന്റിലേഷൻ ഉറപ്പുവരുത്തുക. കതകുകളും ജനലുകളും ഒക്കെ പകൽ സമയങ്ങളിൽ തുറന്നിടാൻ ശ്രമിക്കുക. പിന്നെ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് കോട്ടൺ വസ്ത്രങ്ങൾ, ലൂസായിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരുപാട് കടുനിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാതെ ഇളം നിറത്തിലുള്ള ഡ്രസ്സുകൾ ധരിച്ചിട്ട് വേണം പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ചൂട് കാലത്ത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പലരും തെറ്റായിട്ടാണ് ചെയ്യുന്നത് തന്നെ. അതായത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഈ പറയുന്ന പോലെ സോഡ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ ഒരുപാട് കുടിക്കാറൊക്കെ ഉണ്ട്. അത് ഒരു തെറ്റായ ശീലമാണ്. ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സിലും കോളയിലും ഒക്കെ ഒരുപാട് മധുരം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ വീണ്ടും ഡീഹൈഡ്രേറ്റഡ് ആകത്തേ ഉള്ളൂ. അതുകൊണ്ട് അതുപോലത്തെ പാനീയങ്ങൾ മാക്സിമം ഒഴിവാക്കുക. പിന്നെ ഉള്ളത് നമ്മളുടെ സമ്മർ ടൈമിലുള്ള നമ്മുടെ ഭക്ഷണ രീതി. ഒരുപാട് എണ്ണയിൽ വറുത്തതും ഒരുപാട് നെയ്യ് അടങ്ങിയ ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക. എപ്പോഴും ലൈറ്റ് മീൽ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. ചൂടുകാലം സുരക്ഷിതമായി കടന്നു പോകാൻ ചെറിയൊരു ശ്രദ്ധ മതി. ധാരാളം വെള്ളം കുടിക്കുക, ഡയറക്റ്റ് സൺലൈറ്റ് അവോയ്ഡ് ചെയ്യുക, ഹെൽത്തി ഫുഡ് കഴിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക.